വിജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഇരട്ട സ്വാധീനം പേറുന്ന പൂയം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സ്ഥിരത ഉറപ്പാക്കാനും പുതിയ വഴികൾ തുറക്കാനുമുള്ള നിർണായക സമയമാണ്. ഈ വിശകലനം ജ്യോതിഷം, കർമ്മശാസ്ത്രം, മനഃശാസ്ത്രം എന്നീ മേഖലകളിലെ അടിസ്ഥാന തത്വങ്ങളെ ആധുനിക ജീവിത സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ച് തയ്യാറാക്കിയ സമഗ്രമായൊരു വീഡിയോ ആണ്. പൂയം എന്ന വാക്കിൻ്റെ സംസ്കൃത രൂപമായ പുഷ്യ അർത്ഥമാക്കുന്നത് പുഷ്ടി അഥവാ പരിപോഷണം എന്നാണ്. ഇതിൻ്റെ ചിഹ്നം പശുവിൻ്റെ അകിടായിട്ടാണ് കാണുന്നത്. ഇത് നൽകൽ, സംരക്ഷണം, കരുണ എന്നിവയുടെ പ്രതീകമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹാനുഭൂതിയും മറ്റുള്ളവരെ പോറ്റുവാനുള്ള വാസനയും സ്വാഭാവികമായി ഉണ്ടാവും. പൂയം നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ദ്വന്ദ്വാധിപത്യമാണ്. കർമ്മത്തിൻ്റെ അധിപനായ ശനിയും വികാസത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ വ്യാഴവുമാണ് പൂയം നക്ഷത്രത്തെ ഭരിക്കുന്നത്. ഈ ദ്വന്ദ്വ സ്വാധീനമാണ് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നത്. വ്യാഴം ആത്മീയ ഉന്നതിക്കും അധ്യാപനത്തിനും വഴിയൊരുക്കുമ്പോൾ ശനിയുടെ സ്വാധീനം വൈകാരിക ബന്ധങ്ങളിലും സ്നേഹപ്രകടനങ്ങളിലും തടസ്സങ്ങളും കാർക്കശ്യവും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രത്തിൻ്റെ ശക്തിയായി കണക്കാക്കുന്നത് പ്രതിഷ്ഠാശക്തി ആണ്. ഇത് ബഹുമാനം നേടാനും കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ സ്വയം സ്ഥാനം ഉറപ്പിക്കാനുമുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഈ ശക്തി നവംബർ മാസത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഗ്രഹചലനങ്ങളെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കാവുന്നതാണ്.